1975 നമ്മുടെ നാട്ടിലുണ്ടായ ആ എമർജൻസിനെ നമുക്ക് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. എമർജൻസി എന്ന് പറഞ്ഞ് 8 മില്യൺ ആൾക്കാരുടെ ചെയ്ത് ശരിയാണോ? ഓക്കെ, ഇതെല്ലാം പുള്ളിക്കാർ ഗവൺമെന്റ് നിലനിർത്താൻ വേണ്ടി കാണിച്ച സ്റ്റണ്ടാ. നമ്മുടെ രാജ്യത്ത് ഇത്ര വൃത്തിയായിട്ട് ഒരു ചാപ്റ്റർ നടന്നിട്ടുള്ളത് എത്ര ഇന്ത്യക്കാർക്ക് അറിയാം? ഏത് NCERT ബുക്കിൻ്റെ ഹിസ്റ്ററി ചാപ്റ്ററിലാണ് നിങ്ങളിത് പഠിച്ചിട്ടുള്ളത്? 1975 എമർജൻസി. സോ 1975 ഇന്ത്യയുടെ എമർജൻസി ഡിക്ലറേഷൻ, അതിൽ കുറേ ആൾക്കാർ കാണാതെ പോയ ഡാർക്ക് ട്രൂത്ത്സ് ഉണ്ട്. സ്റ്റെറിലൈസേഷൻ്റെ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംഗീത, അതിൻ്റെ ഒരു ടോപ്പിക് കൊണ്ടുവന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് ഡിക്ലറേഷൻ്റെ എന്താണ് അതിൻ്റെ ഒരു നമ്മൾ മേ ബി കാണാതെ പോയിട്ടുള്ള ഒരു ആംഗിൾ, യുനോ മേ ബി ഇരുണ്ട് അതിൽ കിടക്കുന്ന ആ ഒരു ആംഗിൾ എന്താണ്, അതാണ് ഈ ഒരു ടോപ്പിക്ക്. ഇതിലൊരു സംഭവം ഞാൻ ഈ ആഴ്ച ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻട്രസ്റ്റിംഗ് നോട്ട് എന്ന് വെച്ചാൽ ഈ ഒരു വർഷം തന്നെ 3 പടമാണ് നമ്മുടെ ബട്ട്വാര, അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്, നമ്മുടെ പഞ്ചാബിൻ്റെ ആ ഒരു പാർട്ടീഷനെ കുറിച്ച് നടന്നത്. ഇപ്പോൾ ഈ ഓഗസ്റ്റിന് ഒരു മൂവി വരുന്നുണ്ട് ബട്ട്വാര എന്ന് പറഞ്ഞിട്ട്. ഒരു മൂവി ഞാനത് കണ്ടായിരുന്നു, അതൊരു ലവ് സ്റ്റോറിയാണ്. ബട്ട് ഇതിന് അതും ഇത് ചുറ്റിപ്പറ്റിയാണ് ആ മൂവി വരുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് നമ്മുടെ ദിൽജിത്ത് ദോസാറിൻ്റെ ഒരു മൂവി ഇന്ത്യൻ ഗവൺമെന്റ് ബ്രാഞ്ച് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മൂവി സത്ലജ്. അങ്ങനെ 3 മൂവി ഒരു വർഷത്തിൽ തന്നെയാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ആ ഒരു ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്കുള്ള നമ്മൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഡാർക്ക് ഉണ്ടോ, ആക്ച്വലി എത്ര ടോർച്ചറും സംഭവങ്ങളും നമ്മുടെ സിഖുകാർ അല്ലെങ്കിൽ കുറേ ആൾക്കാരെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ചെയ്തെന്ന് പറയുന്നതിൽ എത്ര കറക്റ്റ് ഉണ്ട്, എത്ര തെറ്റുണ്ട്, അതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ സംഗീതം എന്താണ് ഇതിൽ നീ നോട്ട് ചെയ്ത സംഭവം, ഈ സ്റ്റേറ്റ് ഓഫ് ഡിക്ലറേഷൻ എന്തൊക്കെയാണ് ഡാർക്ക് ട്രൂത്ത്സ്? ഡാർക്ക് ട്രൂത്തിൻ്റെ മാത്രമല്ല, ഇതിപ്പോൾ നമുക്ക് എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഒരു സംഭവം. കാരണം ഞാൻ ഹിസ്റ്ററി പഠിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വന്ന് ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങിയത് എന്ന് വെച്ചാൽ 2012-13 സമയത്തിൽ. എന്നാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള 1975 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്കൊരു ക്ലൂ ഇല്ലായിരുന്നു. ഞാൻ റീസെൻ്റ്ലി ഒരു 5-6 മാസമായിട്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു? അതാണ് സംഭവം. ഇത്രയും വലിയൊരു സംഭവം അത് നമ്മുടെ ഇന്ത്യയിലെ വേൾഡിലെ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് എമർജൻസി എന്ന് വെച്ചാൽ ഈ ടൈമിൽ നമ്മുടെ കൺട്രി ഡെമോക്രാറ്റിക് അല്ല. നമുക്കൊന്നും ചെയ്യാൻ, ഒന്നിനും റൂൾസ് ഇല്ല. മീഡിയ ഒന്നും റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും റിലീസ് ചെയ്യണമെങ്കിൽ അത് ഗവൺമെൻറ് അപ്രൂവൽ വേണം. ഓപ്പോസിഷനായിട്ടുള്ള പാർട്ടീസിൽ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ ഒരു ക്വസ്റ്റ്യനും ഇല്ലാണ്ട് ജയിലിൽ പിടിച്ചിടാനുള്ള റൈറ്റ് ഉണ്ട്. ഒറ്റ റൈറ്റും ഇല്ല, ആൾക്കാർക്ക് ഒരു റൈറ്റും ഇല്ല. കംപ്ലീറ്റ്ലി അണ്ടർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ആ ടൈമിൽ. പക്ഷെ അപ്പോൾ അതിൻ്റെ ഒരു നിനക്ക് അതിലെന്താവുന്നു? അപ്പം നീ ആയിരുന്നുവെങ്കിൽ ഇന്ദിരാഗാന്ധി എങ്കിൽ നീ ആ സംഭവ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു സംഭവമായിരുന്നു. പുള്ളിക്കാരത്തെ അത് പറയുന്നതെന്ന് വെച്ചാൽ ജോബ് ഷോർട്ടേജ്, അൺഎംപ്ലോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ കാരണമാണ് പുള്ളിക്കാരത്തെ എമർജൻസി ഡിക്ലെയർ ചെയ്തതെന്നാണ് ആ സമയത്ത് പറയുന്നത്. അത് ഒബ്വിയസ്ലി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. നമ്മളിപ്പോൾ ഓൾറെഡി മൂവിയിലും സംഭവങ്ങളൊക്കെ കണ്ടു. ആ ഒരു സമയത്ത് വലിയൊരു സംഭവം ഇന്ത്യയിൽ തന്നെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചാബിൻ്റെ പാർട്ടീഷൻ അവർക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടും കറക്റ്റായിട്ടുള്ള പാർട്ടീഷനല്ല ചെയ്തേക്കുന്നത്. അവിടെ ആ ഒരു ഹീറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് ഒരു സ്വന്തം രാജ്യമാക്കണം എന്ന് പറഞ്ഞിട്ട് സംഭവം നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അപ്പോൾ അവർ എനിക്കൊന്ന് ഗ്രേറ്റർ പഞ്ചാബ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സംഭവം നടക്കുന്നു. അങ്ങനെ ആ ഒരു ടെൻഷൻ ഇന്ത്യയിൽ തന്നെ വരുന്നു. ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു എക്സ്പ്ലോഷൻ നടക്കാൻ അല്ലെങ്കിൽ ഇംപ്ലോഷൻ നടക്കാനുള്ള ഒരു ചാൻസ്. അപ്പോൾ ആ സമയത്ത് ഒബ്വിയസ്ലി ഇങ്ങനെ സംഭവങ്ങളെ പറയത്തുള്ളൂ, ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ട് എങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യായിരുന്നു? എനിക്ക് തോന്നുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി വേണ്ടാത്തയായിരുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യും? അത് ഇച്ചിരി നാളും കൂടെ ആയിരുന്നെങ്കിൽ പോട്ടെ. അത് എത്ര എനിക്ക് തോന്നുന്നു 2 വർഷം അടുത്തുണ്ടായിരുന്നു. 21 മാസം ഓൾമോസ്റ്റ്. അത് ഭയങ്കര വലിയൊരു എൻ്റെ ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഹിസ്റ്ററി അങ്ങനെയല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യൻ നമ്മുടെ ഹിസ്റ്ററി ബുക്കിൽ ആ സംഭവം ഇല്ലായിരുന്നുള്ളത്. ഇല്ല, എല്ലാ കൺട്രിയും അവരുടെ ഹിസ്റ്ററി ബുക്ക് എഴുതുമ്പോഴത്തേനും ഒബ്വിയസ്ലി അവരുടെ ചിൽഡ്രൻ ആണെങ്കിൽ അവരുടെ രാജ്യത്തിനെതിരെ ഒന്നും സംഭവം എഴുതാതിരിക്കാനാണല്ലോ മാക്സിമം നോക്കുന്നത്. അങ്ങനെ ഒരു ഹിസ്റ്ററി അവരുടെ രാജ്യത്തിന്റെ അഗേൻസ്റ്റ് അല്ലല്ലോ, ഇത് നമ്മുടെ ഒരു പാർട്ടിയുടെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ? ഇത് പാർട്ടിയുടെ അഗേൻസ്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ട് ഒരു 5-6 പേരെ ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ, 5-6 പേരെ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്ററായ കുറെ പേരെ അപ്പൊ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു കുറെ പേരെ ഒരു അയാളെ തുടങ്ങി ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന പുള്ളിയാണ് പ്രൊട്ടസ്റ്റ് ഒക്കെ തുടങ്ങി. ഇന്ദിരാഗാന്ധി റിസൈൻ ചെയ്യണം, പുള്ളിക്കാരിയെ പിടിച്ച് മാറ്റണം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ഒക്കെ തുടങ്ങി മാസമായിട്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് പുള്ളിക്കാരി എമർജൻസി ഡിക്ലെയർ ചെയ്തത് എന്നാണ് റീസൺ. ബിഗിനിങ് 1971 അത് ഒരു തുടക്കം പറയണേ. പുള്ളിക്കാരി എന്തോ ഇലക്ഷൻ എന്തോ മാൽ പ്രാക്ടീസ് നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് അവിടെ എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്.
ആ പുള്ളി ഇന്ദിരാഗാന്ധി മാൽ പ്രാക്ടീസ് നടത്തി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ഒരു ബ്യൂറോക്രാറ്റ് യാഷ്പാൽ കപൂർ എന്ന് പറയുന്ന ബ്യൂറോക്രാറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് സൈഡിൽ ജോബിലുള്ള ഒരാൾക്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഇത് ഇറങ്ങാൻ ഒക്കത്തില്ല, വോട്ട് പിടിക്കാനുള്ള പരിപാടി ഇറങ്ങാൻ ഒക്കത്തില്ല. അപ്പോൾ റിസൈൻ ചെയ്തിട്ട് ഇറങ്ങണമായിരുന്നു. പുള്ളി റിസൈൻ ചെയ്തതിന് ഏതാനും ഫ്യൂ ഡേയ്സ് മുമ്പ് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ അത് പൊക്കി പിടിച്ച് പുള്ളിക്കാരെ വലിച്ച് താഴെ ഇടാൻ നോക്കിയെന്നുള്ളതാണ് ഈ ജയപ്രകാശ് നാരായൺ വലിച്ച് താഴെ ഇടാൻ നോക്കിയെന്നുള്ളതായിരുന്നു തുടക്കം. ഞാൻ കേട്ടത് 1971 അതങ്ങനെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പുള്ളിക്കാരി ഈ തോക്കും എന്നുള്ള ഏറെക്കുറെ ഇതായപ്പോഴാണ് ഈ ബാക്കി പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ പിന്നെ അതിന് അറ്റ് ദ സെയിം ടൈം ഓയിലിൻ്റെ റേറ്റ് എല്ലാം ക്വാഡ്രപ്പിൾഡ് ആയിരുന്നു. പിന്നെ ഫുഡിൻ്റെ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കയറിയിരിക്കുക, ഇന്ത്യ ഒരുമാതിരി അടിത്തറ പറ്റുന്നുള്ള ഇത് നിൽക്കുക. അപ്പോൾ പുള്ളിക്കാരി നോക്കുമ്പോൾ അത് ഭയങ്കര എക്സ്ട്രീമായി. പുള്ളിക്കാരുടെ മകനാണ് സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരി എതിർത്തില്ല. പുള്ളിക്കാരി വല്ലാത്തൊരു സ്പോട്ടില്ല. പുള്ളിക്കാരി എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിച്ചാൽ മതി, എങ്ങനെ നിൽക്കണം, പാർട്ടിയിൽ ഗവൺമെൻറ് നിലനിർത്തണം. ഈ ഒരു പറഞ്ഞ സംഭവം നീ പറയുന്നത് സ്റ്റെറിലൈസേഷൻ അത് തന്നെ. അപ്പോൾ പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സഞ്ജയ് ഗാന്ധി കണ്ടത് എല്ലാത്തിനെയും സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര എക്സ്ട്രീം. അപ്പം പുള്ളി ഒന്ന് സ്വന്തമായിട്ട് കേട്ടത് അങ്ങനെ പറയുമ്പോൾ എല്ലാ റിലീജിയന് ഒരു അത് ചെയ്തത് ഭയങ്കര എക്സ്ട്രീം. ഇപ്പോൾ പോലീസുകാരോടൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. സ്കൂളുകളിലല്ലോ ഹോസ്പിറ്റലുകളിലൊക്കെ ആളുകളെ സെറ്റ് ചെയ്തു. അതിനെന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ, ഫിൽറ്റർ ഉണ്ടായിരുന്നോ? അതോ എല്ലാവരും ഇതാ കാര്യം. അതായത് ഇൻഫ്ലേഷൻ വല്ലാതെ കൂടുന്നു, പെട്ടെന്ന് ഇന്ത്യയുടെ ഇത് നിലനിർത്തണം എന്നുള്ളതാണ് അവർ പറയുന്ന റീസൺ. പെട്ടെന്ന് നിലനിർത്താനായിട്ട് എന്തെങ്കിലും വേറൊരു വഴിയില്ല, പോപ്പുലേഷൻ കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊരു ഓപ്ഷനും കാണുന്നില്ല അവരുടെ മുമ്പിൽ. അതായിരുന്നു തുടക്കം. 2 ഓപ്ഷനാണ് ഇത്. ഒന്ന് പോപ്പുലേഷൻ കുറയ്ക്കുക എന്നുള്ളത്, പിന്നെ ഒന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് സ്പീച്ച്. പാർട്ടി ഓപ്പോസ് ചെയ്ത് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. ഒരു പ്യൂർ ഡിക്റ്റേറ്റർഷിപ്പ് പോലെ വേറെ ഒന്നിനും റൈറ്റ്സ് ഇല്ല. ഈവൻ ഒപ്പോസിഷൻ പോലും ഇല്ല. ഒപ്പോസിഷൻ ഇല്ല അവർക്ക്. ആ പാർട്ടി എന്ത് പറയുന്നോ അവരെ പിടിച്ച് ജയിലിടും. അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിടും. അപ്പോഴാണ് ഈ പറഞ്ഞ കക്ഷി ജയപ്രകാശ് നാരായൺ ഇതും കൊണ്ട് വരുന്നത്. പുള്ളി ഉൾപ്പെടെ 4 പേരെ പിടിച്ച് ജയിലിട്ടു. പക്ഷെ അവരെ ഓർത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പാർട്ടി തന്നെ ജയിക്കത്തുള്ളതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു റീഎലക്ഷൻ വന്ന് എനിക്കൊന്ന് കോൺഗ്രസ് തോറ്റു. അന്നേരമാണ് ഈ ജനതാ പാർട്ടി രൂപീകരിക്കുന്നതും ജനതാ പാർട്ടി ഫോം ചെയ്ത് അവരാണ് പിന്നെ ഇന്ത്യ ഭരിക്കുന്നത്. ഇത് എനിക്ക് 1975 കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല എനിക്കൊന്ന്. പക്ഷെ ആ ജനതാ പാർട്ടി BJP തമ്മിൽ ഒരു ബന്ധം ഇത് വേറെയാ. പക്ഷെ അങ്ങനെ ഒരു പാർട്ടി എനിക്കൊന്ന് ഈ നമ്മുടെ ജയപ്രകാശ് ആ പുള്ളിയുടെ ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ടാന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ടേക്ക് ട്രാൻസിഷൻ ആയത്. പക്ഷെ ആ ഒരു 21 മാസത്തേക്ക് ചെയ്ത ഒരു നല്ല ബുദ്ധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നെസസറി, ഒരിക്കലും നല്ല കാര്യമല്ല. അത് മാത്രമല്ല, ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മറ്റേ സത്ലജ് മൂവിയെ പറ്റി പറയുമ്പോൾ ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാനൊരിക്കലും നമ്മുടെ സ്കൂളിലൊന്നും ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ല. ഇതിനെപ്പറ്റി ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്ന വലിയൊരു സംഭവം ഇത്, ഒരു ഡാർക്ക് ചാപ്റ്റർ ഇത്. അതിനെപ്പറ്റി ആരും എങ്ങും മെൻഷൻ ചെയ്യുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ആരാണോ പവറിലുള്ളത്, ആർക്കാണോ പവർ, അവരാണ് തീരുമാനിക്കുന്നത് ഹിസ്റ്ററി എന്താണെന്ന്. അല്ല, ഈവൻ അന്നത്തെ ആ സമയത്ത് പറയുന്നത്, ആ സമയത്ത് ന്യൂസ് പേപ്പേഴ്സ് വരെ ഒന്നുമില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ഈവൻ ഉണ്ടെങ്കിലും പോയിക്കൊണ്ടിരുന്ന ന്യൂസ് എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് പെർമിഷൻ വേണമായിരുന്നു എന്ത് ഇത് ചെയ്യണേ. അപ്പോൾ നമ്മളൊരു കാര്യം ആയിരിക്കണം, ഇപ്പോഴത്തെ ലോക ഹിസ്റ്ററി ഉള്ളത്, വേൾഡ് ഹിസ്റ്ററിയിൽ എന്തുമാത്രം ശരിയാണ്, എന്തുമാത്രമാണ് സത്യം. കാരണം ജയിക്കുന്നവരാണ് ഇപ്പോഴും ചരിത്രം എഴുതുന്നത്. അത് ഞാൻ ഏതൊരു സിനിമയ്ക്കകത്ത് കേട്ടിട്ടുള്ള, ജയിക്കുന്നവരാണ് ഇപ്പോഴും ചരിത്രം എഴുതുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എന്തുമാത്രം സത്യമുണ്ട്, എന്തുമാത്രം തെറ്റുണ്ട് നമ്മൾ ആലോചിക്കണം, കുറച്ച് ആലോചിക്കണം. നമ്മൾ പഠിച്ചതും കേട്ടതും അല്ല. അതൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ആരാ? നമ്മൾ പഠിപ്പിക്കുന്ന ബുക്കൊക്കെ എഴുതുന്നത് ഇവർ തന്നെ. അപ്പോൾ അവർ തീരുമാനിക്കും നമ്മൾ എന്ത് പഠിക്കണമെന്ന്. അപ്പോൾ നമ്മൾ കുറേ കൂടെ ഒക്കെ ചിന്തിച്ച് സ്വയം തീരുമാനമൊക്കെ എടുക്കണം. എന്തൊക്കെയാണ് സംഭവം, നമ്മൾ കണ്ണിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കരുത്. അതാണ് എനിക്ക് മനസ്സിലായത് നിന്നൊക്കെ, ഇപ്പം നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ. പുള്ളിക്കാരെ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾ കാലുവാരാൻ റെഡിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവം ചെയ്തതിലൂടെ ഈ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ജയപ്രകാശ് നാരായൺ, ബാക്കി 3 പേരുടെ പേര് ഞാൻ മറന്നുപോയി, അവരെ പിടിച്ചകത്തിട്ടതോടെ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവന്മാരെ പിടിച്ചകത്തിടാൻ പറ്റും, നിങ്ങളെയും പിടിച്ചകത്തിടാൻ പറ്റും എന്ന് എൻ്റെ കൂടെ മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലായിരുന്നു വായിച്ചതാണ്. സംഭവം നമ്മളൊക്കെ അറിയത്തോലില്ലായിരുന്നു. ഇന്ദിരായത് പറയുമ്പോൾ എല്ലാവരും ഒരു ഒരു സ്ത്രീയായിട്ട് കണ്ടോണ്ടിരുന്നത്. ഇന്ത്യ അങ്ങനെ ആക്കി എടുത്തത് പുള്ളിക്കാരി ആണെങ്കിലും ആ ചെയ്തതൊക്കെ ഭയങ്കര ക്രൂരതയായിപ്പോയി. ഒക്കെ ചെയ്തത് ഭയങ്കര ക്രൂരതയായിപ്പോയി. അതെന്നാ പിന്നെ പുള്ളിക്കാരി സ്വന്തം ചെയ്യാത്ത എന്തിനാ മറ്റുള്ളവരുടെ ഒരു അത് ഭയങ്കര അതൊരു സംഭവമാണ്. പിന്നെ ഈ നമ്മുടെ നാട് ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഈ സ്ലമ്മിലുള്ളവരെല്ലാവരെയും അന്ന് അതുപോലെയൊക്കെ കുറേ പേരെ പിടിച്ചുകൊണ്ട് പോയി കൊന്നുകളയും, കുറേ പേരെ റീലൊക്കേറ്റ് ചെയ്യും, കുറേ പേർക്ക് വീട് പോലും. അവർ പറഞ്ഞത്
എന്താ പറയുക ബ്യൂട്ടിഫിക്കേഷന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ശോകം അതൊക്കെ ഇത് ചെയ്തത് പക്ഷേ അതൊക്കെ എന്ത് ശോകം സഞ്ജയ് ഗാന്ധി ചെയ്തത് മൊത്തം. രജനീകാന്തിയാണ് അതെല്ലാം ചെയ്തത്. പക്ഷേ ഈ പുള്ളിക്കാരി എതിർത്തില്ല. പുള്ളിക്കാരി എതിർക്കണമായിരുന്നു, പക്ഷേ ഭരണം നിലനിർത്തുന്നതായിരുന്നു പുള്ളിക്കാരുടെ പ്രയോറിറ്റി. പുള്ളിക്കാരി എതിർത്തില്ല. പക്ഷേ അതാ പറഞ്ഞ പുള്ളിക്കാരി ഓർത്തു ഇതിന്റെ എല്ലാം ലാസ്റ്റിൽ ഇവർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഓർത്തു, എലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യുന്നൊക്കെ ഉള്ള രീതിയിലിരുന്നു. പക്ഷെ എനിക്കൊന്ന് റീ എലക്ഷൻ വന്നു. ഇത്ര ഒരു ഡാർക്ക് പാസ്റ്റ് കൊണ്ടുവന്ന സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക്. ഇപ്പോൾ ഉള്ളവരെ അങ്ങനെ അല്ലാതിരിക്കട്ടെ. അതില് പിടിച്ച് ഈ സമയത്ത് എമർജൻസി പിടിച്ചു വെച്ചതിലുള്ളതാണ് അടൽ ബിഹാർ വാജ്പേയി, LK അഡ്വാനി, പിന്നെ ദസായി. ഇവർ 3 പേരാണ് പിന്നെ ചെന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പവറുള്ളവരെ തന്നെയാണ് പുള്ളിക്കാരത്തി ടാർഗറ്റ് ചെയ്തത്. ആൻഡ് പുള്ളിക്കാരത്തിയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഭയങ്കര റൂത്ത്ലെസ് ആയിരുന്നു, എന്ത് ചെയ്യണേനും മടിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരത്തിയുടെ പുറകിൽ കുറേ പവർ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി പുള്ളിക്കാരത്തി ഹിന്ദു ആണ്, സംഭവങ്ങളാണ്. പക്ഷെ ആർക്കും അറിയാത്ത സംഭവം പുള്ളിക്കാരത്തി മുസ്ലിം അല്ലേ? ഇല്ല, പുള്ളിക്കാരത്തി ഹിന്ദുവാ. പക്ഷെ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് മുസ്ലിം ആയിരുന്നു. മുസ്ലിമും അല്ല, അത് സോറോ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവത്തിലാണ് ഒരു ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ സർനെയിം ചേഞ്ച് ചെയ്തു. പുള്ളിയുടെ സർനെയിം ഗാന്ധി എന്നല്ലായിരുന്നു, ഗണ്ഡി എന്ന് എന്തോ ആയിരുന്നു. പുള്ളി അതിൻ്റെ സ്പെല്ലിങ് ചേഞ്ച് ചെയ്ത് ഗാന്ധി എന്നാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർക്കൊരു ഇവനാരാന്ന് പോലും അറിയത്തില്ല. പക്ഷേ ആക്ച്വലി പുള്ളിയുടെ റൂട്ട്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ റൂട്ട്സ് മുഗൾസിൻ്റെ ഇതിൽ നിന്നാണ് പുള്ളി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പുള്ളിയുടെ ഗ്രാൻഡ് പേരൻസ് മുഗൾസ് ആയിരുന്നു. പുള്ളി എന്നിട്ട് ഇന്ദിരാഗാന്ധിയായിട്ട് കല്യാണം കഴിച്ച, എന്നിട്ട് പുള്ളിക്കാരത്തി കംപ്ലീറ്റ്ലി ആൾ മാറിപ്പോയി. അതാണ് സഞ്ജയ് ഗാന്ധി ആണെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള ഐഡിയ ആർക്കും ഒന്നും അറിയത്തില്ല എന്താണ് സംഭവം. ആൻഡ് പുള്ളിക്കാരത്തി ഭയങ്കര ഇങ്ങനത്തെ ക്രൂവലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത്രയും പേരെ പിടിച്ച് ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എമർജൻസി അങ്ങനെ ചുമ്മാ ഒന്നും ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാരത്തി ഡിക്ലെയർ ചെയ്തപ്പോൾ 1975 പുള്ളിക്കാരത്തി ഗിൽറ്റി ആയിട്ട് കോർട്ടിൽ പ്രൂവ് ആയി. പക്ഷേ പുള്ളിക്കാരത്തിയുടെ സമയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്യാനുള്ള സമയം കൊടുത്തു ഗവൺമെൻറ്. ആ കൊടുത്ത സമയത്താണ് പുള്ളിക്കാരത്തി എമർജൻസി ഡിക്ലെയർ ചെയ്തത്. ആൻഡ് ആക്ഷൻസ് 8 മില്യൺ ആൾക്കാർക്ക് പിള്ളേരുണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും വന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈവൻ CJP ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. CJPയിൽ ഇപ്പോൾ സോനം വാങ്ചുക്ക് ഇപ്പോൾ ആ ഒരു ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുന്ന എല്ലാ മലയാളീസ് വരെയും കുറേ പേര് സ്റ്റോറി ഇടുന്നുണ്ട്. പുള്ളി ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നത്. പക്ഷേ പുള്ളി എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് ഒരു നല്ലൊരു മനുഷ്യനൊരു തെറ്റായ ഒരു സ്ഥലത്ത് പെട്ടയാണോ എന്ന്. കാരണം CJP എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര നല്ല ആൾക്കാരൊന്നുമല്ല. അവരുടെ മോട്ടീവ് ആദ്യം സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവരുടെ ഇതിൽ എല്ലുവാണെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന കാശ്മീരി ഇന്ത്യയിലെ പാട്ടെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് അവിടെ വന്ന് സ്പീച്ച് പറയുന്നു. മുസ്ലിംസിൻ്റെ അല്ലാ ഈസ് ഗോഡ് എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നു. അന്ന് ഓക്കെ ആയി. ഇത് കുറച്ചും കൂടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് CJPയുടെ ഒരു പ്രൊട്ടസ്റ്റിൽ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പെട്ടുപോയ ഒരാളാണോ എന്ന് എനിക്കറിയത്തില്ല സോനം വാങ്ചുക്ക് എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും അറിയാണ്ട് ഇപ്പോൾ ഇത് സ്റ്റോറി എടുത്തിടുന്നുണ്ട്. CJPയിലുള്ള എല്ലാവരും ഫുഡ് അടിക്കുന്നുണ്ട്, അവർ 4 പേര് ഫുഡ് കഴിക്കുന്നുണ്ട്, പുള്ളി മാത്രം പട്ടിണി കിടക്കുന്നു. ആൻഡ് ഒബ്വിയസ്ലി CJPയുടെ റൂട്ട്സ് നമ്മുടെ ആം ആദ്മി പാർട്ടിയായിട്ട് ലിങ്ക്ഡ് ആണ്. പുള്ളി കഴിഞ്ഞ ദിവസം കാണാനും വന്നായിരുന്നു സോനം വാങ്ചുക്കിനെ. വന്നപ്പോൾ മറ്റേ അബ്ജിത്ത് എന്ന് പറഞ്ഞ ഫൗണ്ടർ, CJPയുടെ ഫൗണ്ടർ കൂടി ഒന്ന് കെട്ടിപ്പിടിച്ച്. അപ്പോൾ അത് നേരത്തെ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ആം ആദ്മിയുടെ തന്നെ ഒരു സബ് ബ്രാൻഡാണ് BJPയുടെ എതിരെ, ജസ്റ്റ് BJPയുടെ എതിരെ. അത് സ്റ്റുഡൻസിൻ്റെ റൈറ്റ്സും കാര്യങ്ങളായിട്ട് ഒരു ബന്ധമില്ല. അത് ജസ്റ്റ് അവർ യൂസ് ചെയ്യുന്നതാണ് സ്റ്റുഡൻസിനെ എന്നാണ് പറയുന്നത്. ആ ഒരു സംഭവം നമ്മൾ ഓർക്കണം. പക്ഷേ അഗൈൻ സോനം വാങ്ചുക്ക് ഒരു നല്ല മനുഷ്യനാണ് എന്ന് തോന്നുന്നു. സഞ്ജയ് ഗാന്ധി ചെയ്തതിനേക്കാൾ കൂടുതൽ മോശം കാര്യങ്ങൾ ബ്രിട്ടീഷ് ചെയ്തിട്ടാണ് പോയത്. സഞ്ജയ് ഗാന്ധി വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഭേദമായെന്ന് പുള്ളിക്കാരൻ പറഞ്ഞ്. പക്ഷെ അതൊരു ഇതല്ലല്ലോ, റീസൺ അല്ലല്ലോ. ന്യായീകരിക്കാൻ പറ്റും നീ ചെയ്ത കാര്യങ്ങൾ. അതെ, ബ്രിട്ടീഷുകാർ 1000 പേരെ കൊന്നു, ഇയാൾ 999 പേരെ കൊന്നിട്ടുള്ളൂ. അതുകൊണ്ട് പുള്ളിയാണ് നല്ലതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും ചെയ്തത് മോശം കാര്യം തന്നെയാണ്. ബ്രിട്ടീഷും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷെ ഒരിക്കലും നല്ലായിരുന്നു പറഞ്ഞില്ല. അതിന്റെ ബാക്കിയായിട്ട് അവർ ചെയ്തെങ്കിലും ഇത് സ്വന്തം രാജ്യത്തിനോട് ചെയ്തെന്നായിരിക്കും. ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അതിനെ ന്യായീകരിക്കാം. രാജ്യത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ഇവര് തന്നെ രാജ്യത്തോട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും. ഇല്ല, ഇപ്പൊ നമ്മുടെ ആൻസ്റ്ററിനെ സ്റ്റെറിലൈസ് ചെയ്തെങ്കിൽ നമ്മൾ ഉണ്ടാവത്തില്ലായിരുന്നു ഈ സമയത്ത്. നമുക്ക് എന്തുമാത്രം ഇത്രയും 8 മില്യൺ ആൾക്കാരുടെ കൂടെ നടന്നിട്ട് ഇന്ന് ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അധികം നാളായിട്ടില്ല, 50 വർഷം പോലും ആവുന്നുള്ളൂ. എന്നിട്ട് പോലും ഇതിനെപ്പറ്റി ആരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല. അന്ന് ഈ സംഭവം നടന്നു, ഇത്രയും വലിയ സംഭവം നടന്നിട്ട് 8 മില്യൺ ആൾക്കാർ അവിടെ പോയി, അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല. സംഭവങ്ങളൊന്നും ഒരു ഹിസ്റ്ററി ഇല്ല.
അവർക്ക് എന്താ പറയുക, അവർക്ക് പിള്ളേരുടെ റൈറ്റ്സേ കളഞ്ഞ്. എന്ന് വെച്ചാൽ ഇടയ്ക്ക് വേറെ റൂൾ എന്തോ അവർ വരാനുണ്ടായിരുന്നു, എന്താ നമുക്ക് ഇത്രേ പിള്ളേരേ പറ്റത്തുള്ളൂ. പിന്നെ ആ സംഭവം ഒന്നും വന്നില്ല. അത് BJP സമയത്ത് വന്നൊരു ഇതായിരുന്നു. ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇനി തൊട്ട് ഇങ്ങനെ റൂൾ വരാൻ പോവാണ്, ഒരാൾക്ക് ഇത്രയും പിള്ളേരേ പറ്റത്തുള്ളൂ. പക്ഷേ അതിനെക്കാട്ടും എന്തോരം ക്രൂലായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. അത് ഈവൻ നമ്മൾ സിനിമകളിൽ വരെ കാണുമ്പോൾ നമുക്ക് പേടി വന്നൊരു തോട്ടാണ്. എന്താ പറയുക, ചിലവർ പ്രോവർട്ടി ഇത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി എന്താ പോപ്പുലേഷനിലെ ഒരു ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെ കളയുന്നത്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അത് ഇത് തന്നെയാണ് ഇപ്പോൾ കുറേ പേര് പുതിയ റൂളായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബിൽഗേറ്റ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പുള്ളി പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ, പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. സോ അപ്പോൾ അവരെ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന് ആരാ എതിരെ പറയുന്നത്? ഏതാ ഇതിനെതിരെ ആരാ പറയുന്നത്? ഇതിനെതിരെ പുള്ളിയുടെ ബിൽഗേറ്റ്സിന്റെ കാര്യം, അതിനെതിരെ ആരെന്തെങ്കിലും പറയുന്നുണ്ടോ? ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കുറേ അവെയർ ആണല്ലോ. അതെ, അവെയർ ആയിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യമില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇതിനെതിരെ? പക്ഷേ അതാ പറഞ്ഞത്, അത് അത്ര അതാണ്, അത്രേ ഉള്ളൂ. ആൾക്കാരൊക്കെ അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പക്ഷേ ബിൽഗേറ്റ്സ് വേൾഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര കുറവാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിയാ, പോപ്പുലേഷൻ ചിലപ്പോൾ കൂടുതൽ, പക്ഷേ ഈ കാണിക്കുന്നത് ഭയങ്കര ചോക്കായിപ്പോയി. പക്ഷേ ഈവൻ ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടുതലെന്ന് പറയുമ്പോൾ അതിനൊക്കെ ആ സമയത്ത് അതിനേക്കാൾ കൂടുതൽ ചൈനയിലുണ്ടായിരുന്നതാണ്. ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. അവിടെ പക്ഷേ ഒരാൾക്കൊരു മക്കളെ, ഒരു ഫാമിലിയിൽ ഒരു കുഞ്ഞെ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെ കൺട്രോൾ ചെയ്തത്. അല്ലാതെ ആരെയും പോയി അത് പിന്നെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ബട്ട് ദെൻ ഇൻഹ്യൂമൻ വേ അല്ല. എനിക്ക് നമ്മുടെ കേരളത്തിലായിരുന്നു എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഒരു ഇത് നാം ഒന്ന് നമുക്കൊന്ന്, അങ്ങനത്തെ നമുക്കൊന്നും നാം രണ്ട് നമുക്ക് രണ്ടോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് സ്കീമൊക്കെ വരുന്നുണ്ടായിരുന്നു. നാം രണ്ട് നമുക്ക് രണ്ട്, അങ്ങനെ എന്തോ രണ്ട് പിള്ളേർ പാടില്ലെന്നോ. അത് പക്ഷെ മാൻഡേറ്ററി ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ സംഭവം, ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ. ഞാനും കേട്ടിട്ടുണ്ട്. എനിക്ക് നമ്മൾ വളർന്നു വന്നോണ്ടിരുന്ന സമയത്തെന്തോ ഞാൻ കേട്ടത്, കുഞ്ഞായിരുന്ന സമയത്തോ അങ്ങനെ എന്തോ. സോ അതാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ അതിൽ നിങ്ങളുടെ തോട്ട്സും സംഭവങ്ങളും കമൻറ്റ് പറഞ്ഞറിയിക്കുക. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഡിക്ലറേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു, നിങ്ങളിത് എന്നാണ് റിലൈസ് ചെയ്തത്, അതിൽ ഞങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ പറഞ്ഞറിയിക്കുക.